ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷും ടീച്ചറിൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മാത്സാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണാം കേട്ടോ. ഇനി ഏതെങ്കിലും മക്കൾ കാണാത്തതായിട്ടുണ്ടെങ്കിൽ ടീച്ചർ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീക്കിലി 3 ദിവസമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് മെസ്സേജ് അയക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം അല്ലേ. ആക്ടിവിറ്റി 4 കാർ റേസ്. മീര ആൻഡ് Mitra started playing car race on the computer. See the points they got. അല്ലേ, നമ്മുടെ മീരയും മിത്രയും എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടറിൽ കാർ റേസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. മീരയ്ക്ക് റൗണ്ട് 1 കിട്ടിയ പോയിൻറ്റ്, റൗണ്ട് 2 കിട്ടിയ പോയിൻ്റ് ഉള്ളത്, അതുപോലെ തന്നെ മിത്രയ്ക്ക് റൗണ്ട് 1 കിട്ടിയതും റൗണ്ട് 2 കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ മക്കളെ, മീരയ്ക്ക് റൗണ്ട് 1 495, റൗണ്ട് 2 1805 കിട്ടിയിട്ടുണ്ട്. മിത്രയ്ക്ക് 515 1685 കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്, ഹൗ മെനി പോയിൻറ്റ്സ് ഡിഡ് ഈച്ച് വൺ ഗെറ്റ്. ഓരോരുത്തർക്കും എത്ര പോയിൻ്റ് വീതം കിട്ടി എന്നതാണ്. അപ്പം മക്കളെ, അത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? മീരയുടേത് കണ്ടെത്താനാണ് ആദ്യം പറഞ്ഞത് അല്ലേ. അത് കണ്ടെത്താനായിട്ട് നമ്മൾ മീരയ്ക്ക് റൗണ്ട് 1 കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സ് പ്ലസ് മീരയ്ക്ക് റൗണ്ട് 2 കിട്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റൗണ്ട് 2 നമുക്കറിയാം 1805 ആണ് കിട്ടിയിട്ടുള്ളത്. റൗണ്ട് 1 495 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 2300 എന്ന് കിട്ടും അല്ലേ. എത്രയാണ് കിട്ടുക? 2300 പോയിൻറ്റ്സ് ആണ് നമ്മുടെ മീരയ്ക്ക് ആകെ കിട്ടിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് ആരുടെ പോയിൻ്റ് നമുക്ക് കാണണം? മിത്രയ്ക്ക് കിട്ടിയിട്ടുള്ള പോയിൻ്റ് കാണണ്ടേ. മിത്രയ്ക്ക് എത്ര പോയിൻറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്? റൗണ്ട് 2 1685 റൗണ്ട് 1 515 കിട്ടിയിട്ടുണ്ട് അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2200 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ മിത്രയുടെ പോയിൻറ്റ്സും എന്ത് ചെയ്തു, കണ്ടെത്തി കേട്ടോ. 2200 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൂ ഗോട്ട് മോർ പോയിൻറ്റ്സ് എന്നതാണ് അല്ലേ. ഹൂ ഗോട്ട് മോർ പോയിൻറ്റ്സ്, ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അല്ലേ, 2300 ആണ് ഏറ്റവും വലിയ നമ്പറായിട്ട് വരുന്നത്. അതായത് മീരയ്ക്കാണ് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയിട്ടുള്ളത്. ഇനി ഹൗ മച്ച് മോർ എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എത്ര കൂടുതലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2200 അതുപോലെ തന്നെ 2300 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 100 ആണ് അല്ലേ. അതായത് 100 പോയിൻറ്റ്സ് ആണ് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഈസ് ദി നെക്സ്റ്റ് നമ്പർ ഇൻ ദി പാറ്റേൺ, ഫൈൻഡ് ഇറ്റ് ഫ്രം ദി ഗിവൺ നമ്പേഴ്സ്. അതായത് വിച്ച് ഈസ് ദി നെക്സ്റ്റ് നമ്പർ, നമുക്ക് താഴെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ആ പാറ്റേണിലെ നെക്സ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് താഴെ തന്നിട്ടുണ്ട് കേട്ടോ. ഓപ്ഷനിൽ കണ്ടെത്തിയിട്ട് എഴുതിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ നമ്പർ ഏതാണെന്ന് നോക്കാം. 1000, 1200, 1450, 1750. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടെത്താം അല്ലേ. 1000ൻ്റെയും അതുപോലെ തന്നെ 1200 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് മക്കളെ വരുന്നത്? നോക്കിക്കേ, എത്രയാണ്? 200 അല്ലേ അത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 200 ആണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി 1200ഉം 1450 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 215 ആണ് അല്ലേ. ഡിഫറൻസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, വലിയ ഡിജിറ്റിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി അല്ലേ. വലിയ നമ്പറിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 215 എന്ന് കിട്ടും. അടുത്തത് 1415ഉം 1715 തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എത്രയാണ് മക്കളെ? 300 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത രണ്ട് സംഖ്യ, അതായത് ഇനി നമുക്ക് കണ്ടെത്താനുള്ള സംഖ്യയും അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ലാസ്റ്റ് സംഖ്യയായ 1715 തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും മക്കളെ? 315 അല്ലേ. അപ്പം അടുത്ത സംഖ്യ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഡിഫറൻസ് 1750ലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. എത്രയാണ് നമുക്ക് കിട്ടുക? 1715 പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം?
315 എന്ന് ചെയ്യണം അല്ലേ. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2100 എന്നാണ് കിട്ടുക കേട്ടോ. 2100 എന്നാണ് കിട്ടുക കേട്ടോ. മക്കൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ കാൽക്കുലേഷൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് നാളെ എക്സാമിന് കുറച്ചധികം സ്പീഡിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആൻസർ കിട്ടിയില്ലേ? എത്രയാണ്? 2100 എന്ന് കിട്ടിയില്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർ മെമ്പർഷിപ്പിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ വീക്കിലി 3 ദിവസം നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ പ്ലേ എക്യുപ്മെൻറ്റ്. Meera, the sports club secretary with the teachers, went to purchase sports equipments for the school. They had 5,500 rupees അല്ലേ. മീര അവളുടെ ടീച്ചേഴ്സിനൊപ്പം സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് മേടിക്കാനായിട്ട് പോയതാണ് അല്ലേ. അവരുടെ കൈവശം എത്ര രൂപയാണുള്ളത്? 5,500 rupees ഉണ്ട് അല്ലേ. അപ്പോൾ ആ കടയിലെ പ്രൈസ് ലിസ്റ്റാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ. ക്രിക്കറ്റ് ബാറ്റ് ബോൾ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് പ്രൈസ്? 1,230. അതുപോലെ ക്യാരം ബോർഡ് 1,300. ഷട്ടിൽ ബാറ്റ് കോക്ക് 970. ഹെൽമെറ്റ് 1,450. ജേഴ്സി 1,050. അതുപോലെ തന്നെ വോളിബോൾ നെറ്റ് 860. പിന്നെ വോളിബോളിന് 1,099 അല്ലേ. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്കവിടെ പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മക്കളടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ മീരയും ഒരു അഭിപ്രായം പറയുന്നുണ്ട്. എന്താണ്? നീഡ് ടു പർച്ചേസ് ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, ഷട്ടിൽ ബാറ്റ്, കോക്ക് ആൻഡ് ക്യാരം ബോർഡ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവർക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ടോട്ടൽ പ്രൈസ് എന്നാണ് പറഞ്ഞത്. അത് 3 കൂടി മേടിക്കുമ്പോഴുള്ള ടോട്ടൽ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അവിടെ ഒരു ടേബിൾ കൂടി തന്നിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ മക്കളെ, ഐറ്റം എന്നുള്ളതും പ്രൈസ് എന്നുള്ളതുമാണ് അവിടെ 2 കോളംസ് ആക്കി തന്നിട്ടുള്ളത് അല്ലേ. അതിലാദ്യം ക്രിക്കറ്റ് ബാറ്റ് ബോളാണ് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ പ്രൈസ് നോക്കാം. എത്രയാണ് മക്കളെ? ക്രിക്കറ്റ് ബാറ്റിനും ബോളിനും കൂടി എത്ര രൂപയാണ്? 1,280 rupees ആണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത് നമ്മൾ എഴുതി. അടുത്തത് ഏതാണ്? ഷട്ടിൽ ബാറ്റ് കോക്ക് അല്ലേ. അതിന് എത്ര രൂപയാണ് മക്കളെ? ഷട്ടിൽ ബാറ്റിനും കോക്കിനും കൂടി 970 rupees ആണ് അല്ലേ. അടുത്തത് ക്യാരം ബോർഡാണ്. ക്യാരം ബോർഡിന് എത്രയാണ് വില വരുന്നത്? 1,300 ആണ് പ്രൈസ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും മക്കളെ? നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. ടോട്ടൽ എത്രയാണ് കിട്ടുക? നോക്കിക്കേ, 3,500 എന്നാണ് നമുക്ക് ടോട്ടൽ കിട്ടുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. ക്രിയേറ്റ് ചെയ്ത് നോക്കണേ. അടുത്തത് നമുക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഫൈൻഡ് ദി ബാലൻസ് എമൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാലൻസ് എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം അവർ 5,500 rupees-ആയിട്ടാണ് വന്നത്. ഇപ്പം 3,500 rupees-ന് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് എത്രയാണ് ഉണ്ടായിരിക്കുക? കണ്ടെത്താനായിട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ പോരെ. നമുക്ക് എത്ര കിട്ടും? 2,000 എന്ന് കിട്ടും. അതായത് അവരുടെ കൈവശം 2,000 rupees ആണ് ബാലൻസ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇനി അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നോക്കിക്കേ. വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ, അതായത് ഇനിയും അവർക്ക് കൂടുതൽ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2,000 rupees അവരുടെ കൈവശമുണ്ട്. അതുകൊണ്ട് അവർക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ മേടിക്കാനായിട്ട് പറ്റും? നോക്കിക്കേ മക്കളെ, നമുക്കവിടെ ഒരു വോളിബോൾ നെറ്റിലെ അത് മേടിച്ച എത്ര രൂപ? 816. അതുപോലെ തന്നെ വോളിബോളും അല്ലേ, അതിന് 1,099 rupees ആണ് അല്ലേ. അത് 2 കൂടി മേടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2,000 താഴെയുള്ള ഒരു പൈസയ്ക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ഓണം എന്നതാണ് അടുത്ത ചോദ്യം കേട്ടോ. നോക്കിക്കേ മക്കളെ. ഭാഗ്യ വിത്ത് ഹെർ പാരൻസ് went to buy dress for ഓണം. they had 7,000 rupees. നമ്മുടെ ഭാഗ്യ പാരൻസിനൊപ്പം ഓണം ഡ്രസ്സ് മേടിക്കാനായിട്ട് പോയതാണ് അല്ലേ. അവരുടെ കൈവശം 7,000 rupees ആണുള്ളത്. അതും കൊണ്ടാണ് അവർ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോപ്പിലെ പ്രൈസ് ലിസ്റ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അത്രയാണ്. ഷർട്ടിന് 900 rupees, പാൻസ് 1,050 rupees, ലാച്ച 1,550 rupees, ചുരിദാർ 1,240 rupees, സാരി 2,100 rupees, ടീഷർട്ട് 9,050 rupees അല്ലേ. ഓക്കെ, നമുക്കുള്ള ചോദ്യം ഇതാണ്. See the dress bought for ഭാഗ്യ ആൻഡ് her brother. What is the total price അല്ലേ. നമ്മുടെ ഭാഗ്യയ്ക്കും ബ്രദറിനും കൂടി
വാങ്ങിയിട്ടുള്ള സാധനത്തിൻ്റെ ലിസ്റ്റാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായി എന്നതാണ് അവരടുത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷർട്ടിന് 900 റുപ്പീസാണ്, പാൻസിന് 1050 റുപ്പീസാണ്, ലാച്ചയ്ക്ക് 1050 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ എത്രയാണ് മക്കൾ ആഡ് ചെയ്ത് നോക്കണേ. നമുക്ക് 3500 ആണ് ടോട്ടലായിട്ട് വരിക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? 3500 ആണ് കേട്ടോ. അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഫൈൻഡ് ദി റിമൈനിങ് എമൗണ്ട്, അതായത് ബാക്കി എത്ര പൈസ ഉണ്ടായിരിക്കും എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം അവർ എത്ര രൂപയും കൊണ്ടാണ് വന്നിട്ടുള്ളത്, 7000 റുപ്പീസും ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അതിൽ എത്ര രൂപയ്ക്ക് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 3500 റുപ്പീസിന് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാലൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, 7000ൽ നിന്ന് 3500 സബ്സ്ട്രാക്ട് ചെയ്താൽ പോരെ. നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 3500 തന്നെയാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക അല്ലേ. 3500 റുപ്പീസാണ് റിമൈനിങ് എമൗണ്ട് കേട്ടോ. അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദേ വാണ്ട് ടു ബൈ ടീഷർട്ട് ഫോർ ഫാദർ ആൻഡ് സാരി ഫോർ മദർ, വിൽ ദി ബാലൻസ് മണി ഈസ് സഫിഷ്യൻ്റ് എന്നാണ് ചോദിച്ചത് അല്ലേ. അവർക്കൊരു ഫാദറിനൊരു ടീഷർട്ടും അതുപോലെ തന്നെ മദറിന് ഒരു സാരിയും കൂടി മേടിക്കണം. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് അതിന് തികയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോന്നിൻ്റെയും പ്രൈസ് എത്രയാണെന്നുള്ളത് ആദ്യം കണ്ടെത്തേണ്ടേ. അപ്പോൾ നോക്കിക്കേ, ടീഷർട്ടിന് എത്ര രൂപയാണ്? ടീഷർട്ടിന് 950 റുപ്പീസാണ്. അത് നമുക്കൊന്ന് അവിടെ എഴുതാം കേട്ടോ. ടീഷർട്ടിന് എത്രയാണ്? ടീഷർട്ടിന് 950 റുപ്പീസാണ് ടീഷർട്ടിന് വരുന്നത്. ഇനി അടുത്ത് നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞത്? സാരിയാണ് പറഞ്ഞത് അല്ലേ. സാരിക്ക് എത്രയാണ്? 2100 ആണ് സാരിക്ക് വരുന്ന പ്രൈസ് കേട്ടോ. 2100 ആണ് സാരിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. എത്രയാണ് ആൻസർ വരുന്നത് മക്കളെ? 3015 എന്നതാണ് ആൻസർ വരുന്നത് അല്ലേ. 3015 എന്നതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താണ്? പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദി റൈറ്റ് ആൻസർ, സഫിഷ്യൻറ്റ് ഇൻസഫിഷ്യൻറ്റ്, അതായത് ആ പൈസ തികയുമോ തികയില്ലേ എന്ന് കണ്ടെത്തിയിട്ട് അതിന് ടിക്ക് അടയാളം ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ കൈവശം 3500 റുപ്പീസ് ഉണ്ട്. അപ്പോൾ എത്ര രൂപ അവർക്ക് ആയിട്ടുള്ളൂ? 3050 റുപ്പീസേ ആയിട്ടുള്ളൂ അല്ലേ. അതായത് അവരുടെ കയ്യിലുള്ള പൈസ അവർക്ക് തികയില്ലേ സാധനം മേടിക്കാനായിട്ട്. അപ്പോൾ സഫിഷ്യൻ്റ് ആണല്ലേ. അപ്പം മക്കൾ താഴെ ആ ഒരു കോളത്തിൽ വേണേൽ ടിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാർക്കുള്ള ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ കാര്യവും ടീച്ചർ പറഞ്ഞു. താല്പര്യമുള്ള കൂട്ടുകാർക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.